look at you and it's easy to see. You are that someone I've been trying to meet. I got you. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു വ്ളോഗ് എടുക്കുകയാണ് കേട്ടോ. ഇതൊരു ട്രാവൽ വ്ളോഗാണ്. ഞാൻ എന്താണ് ഈ പൊക്കണം കൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതിനേക്കാൾ വലിയൊരു പൊക്കണം അപ്പോൾ കാർ കൊണ്ടുവെക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് നേരെ പോകാം. ഇതൊരു സ്പെഷ്യൽ ട്രാവലാണ്, കുട്ടി ട്രാവലാണ്, ലൈക്ക് ഒരു സ്റ്റേക്കേഷൻ പോലെയാണ്. വലിയ നമ്മൾ ഇൻറ്റൻഷൻ ഒരു ഇവിടുന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേക്ക് വേണ്ടിയുള്ള മാറി നിൽക്കല. നിങ്ങൾക്ക് ചെറുതായിട്ടൊരു ഊഹം കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പോവാം. ടാറ്റ പറഞ്ഞോ, ടാറ്റ ഇരുണ്ടിട്ടാ ചോട്ടോ, നമ്മൾ പോയിട്ട് വരാട്ടാ. ടാറ്റാ ടാറ്റാ, ബൈ ബൈ. ഓ നീ എണീക്കൊന്നും വേണ്ട, ഞാൻ പോവാന്ന്. ഹലോ, അപ്പം ഞാനങ്ങനെ കാറിലെത്തിട്ടോ. ഞാൻ എന്താ ബാക്കിലിരിക്കുന്നത്, അപ്പുക്കുട്ടൻ ഡ്രൈവ് ചെയ്യുന്നത് ഞാൻ തെറ്റി ബാക്കിൽ വന്നിരിക്കുകയാണെന്ന് വിചാരിക്കരുത്. നമ്മളെ കൂടെ വേറൊരു കപ്പിളും കൂടെ ഉണ്ട്. അപ്പൂൻ്റെ ഒരു ഫ്രണ്ടും വൈഫും ഉണ്ട്. നമ്മൾ ഈ സ്റ്റെക്കേഷൻസിന് മാത്രം മീറ്റ് ചെയ്യാന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ കൂടെ നമ്മുടെ കൂർഗ് ട്രിപ്പിനൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഉണ്ട്, ലൈക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവാട്ടോ. അപ്പോൾ പിന്നെ ഓഫ് കോഴ്സ് അപ്പുക്കുട്ടനും ദിച്ചിക്കുട്ടനും കൂടെ മുന്നിലിരുന്ന് സൊള്ളിക്കോട്ടെ, ഞാനും അമ്മുക്കുട്ടിയും കൂടി ബാക്കിലിരുന്ന് സൊള്ളാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോവാം, അവരെ കണ്ടിട്ടാ. പോയാ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പോകുന്നത് മൈസൂരേക്കാണ് കേട്ടോ. രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വഴിയിൽ നിന്ന് ഒരു ഹോട്ടലിൽ നിർത്തിയിട്ടാണ് കേട്ടോ നമ്മൾ കഴിച്ചത്. ഇതിനു മുന്നേ നമ്മൾ കൂർഗിൽ പോയപ്പോഴും ഈ സെയിം ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡ് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. എനിക്ക് ആകെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത് ഇവിടുത്തെ കോഫി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്തോ ഒരു സ്പെഷ്യൽ കോഫി പൗഡർ ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ബട്ട് ആ ഒരു ഫ്ലേവർ നമുക്കങ്ങ് പിടിച്ചില്ല. ബാക്കിയൊക്കെ സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ വെള്ളയപ്പവും മുട്ട റോസ്റ്റാണ് കേട്ടോ ഓർഡർ ചെയ്ത്. ബാക്കി നമ്മൾ 3 പേരും നെയ് റോസ്റ്റ് ആയിരുന്നു ഓർഡർ ചെയ്തത്. പക്ഷെ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ് കുട്ടികളെ. അപ്പോൾ മൈസൂർ റോഡ് നിങ്ങൾക്ക് അറിയാലോ, പോയിട്ടുള്ളവർക്കൊക്കെ നല്ല രസമാണ്. സൈഡിലൊക്കെ കാണാൻ ഫുൾ ഫോറസ്റ്റ് ആയിട്ട്. അങ്ങനെ ആനേനും മാനിനെയൊക്കെ കാണുന്നുണ്ടോ നോക്കി പോയപ്പോഴത്തേനും മൈസൂർ എത്തിയിട്ടോ. നമുക്ക് കണ്ണൂരിൽ നിന്ന് അത്ര ദൂരം ഇല്ലല്ലോ. മൈസൂരേക്ക് അറൗണ്ട് ഒരു 4 hours ആണ് മാക്സിമം എടുക്കുകയുള്ളൂ. അപ്പോഴത്തേനും എത്തി. അങ്ങനെ നമ്മൾ മൈസൂർ എത്തി. പണ്ടെങ്ങാണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ടൂറ് വന്നതാണ് ഇങ്ങോട്ട്. അതിനുശേഷം ഈ ഭാഗത്തേക്കേ വന്നിട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജി അടിക്കുന്നുണ്ടായിരുന്നു. എത്ര പേര് സ്കൂൾ ടൂറായിട്ട് മൈസൂരേക്ക് വന്നിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. എന്നെ പോലെയാണെന്ന് അറിയാലോ. മൈസൂർ അത്യാവശ്യം വേണ്ടപ്പെട്ട എല്ലാ സ്ഥലത്തും കവർ ചെയ്യണം എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷെ നേരെ ഫസ്റ്റ് റൂമിലേക്ക് പോയിട്ട് ലഗേജ് ഒക്കെ വെച്ച് ഫ്രഷനപ്പ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ റൂം എത്തി. നമ്മൾ ആക്ച്വലി ഒരു ഹോം സ്റ്റേ ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോട്ടൽ റൂം അല്ല കേട്ടോ, ഒരു 2 BHK ഫ്ലാറ്റ് പോലെ അങ്ങനെ ഒരു അപ്സ്റ്റേഴ്സ് കംപ്ലീറ്റ് എടുത്തത്. ഞാനാണ് ബുക്കിംഗ് പരിപാടിയൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു കൊളാവുമെന്ന്. പക്ഷേ റൂം കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു. ഹലോ, അങ്ങനെ നമ്മൾ മൈസൂർ റീച്ച് ആയിട്ടോ. ഇതാണ് നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ. നമ്മളൊരു 2 BHK ഫ്ലാറ്റ് പോലെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെ. 2 ബെഡ്റൂമും ഒരു കിച്ചണും അങ്ങനെ ലിവിങ് ഏരിയയൊക്കെയുള്ള കംപ്ലീറ്റ് ഒരു ഹൗസ് പോലെ. അപ്പോൾ അതിൻ്റെ ഒരു റൂം ടൂർ പോലത്തെ സംഭവം ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇത്. ഇനി നമ്മളിവിടെ റീച്ചായി, നമ്മൾ രാവിലെ നേരത്തെ വന്നതല്ലേ, ജസ്റ്റ് ഒന്ന് ഫ്രഷനപ്പ് ആയിട്ട് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങാൻ വേണ്ടി പോവാണ്. സോ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മളെത്തിയ സമയം നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. വെയിലും ഇല്ല മഴയും ഇല്ല, നല്ല കറങ്ങി തിരിഞ്ഞ് നടക്കാൻ പറ്റിയ ക്ലൈമറ്റ്. പോകുന്ന വഴിക്ക് ഒരു കുതിരവണ്ടീനും കണ്ടപ്പോൾ പാവം തോന്നി. അപ്പോഴേക്കും നമുക്ക് വിശന്നു. നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടി മൈസൂരിലെ ഫേമസ് ഒരു ഹോട്ടലാണ് ഈ RRR എന്ന് പറയുന്ന ഹോട്ടൽ. അവിടെ കയറി നല്ല ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. പക്ഷേ കഴിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് അവിടുത്തെ ചിക്കൻ ബിരിയാണീനെക്കാട്ടിലും മട്ടൻ ബിരിയാണിയാണ് സൂപ്പർ എന്ന് നമ്മൾ അറിഞ്ഞത് കേട്ടോ. ഞാൻ മട്ടൻ കഴിക്കില്ല, പക്ഷെ ബാക്കി എല്ലാവരും കഴിക്കുമായിരുന്നു. അവർക്കത് മിസ്സായിപ്പോയി. ലുക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സാധനം ഇഷ്ടപ്പെട്ടു. ഫുഡ് കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഈ വക സാധനങ്ങളൊക്കെ കണ്ടു. വായിലൊരു തീയൊക്കെ ഇട്ടാലോ എന്ന് വിചാരിച്ചു, പിന്നെ വേണ്ടാന്ന് വെച്ചു. നല്ല നൊങ്കുകൾ വഴിയായിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് കണ്ടപ്പോൾ ഒരു കൊതി തോന്നി. പിന്നെ നമ്മളെ കൂട്ടത്തിൽ ഒരാൾ ഇതുവരെ നൊങ്ക് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മളും കഴിക്കാൻ പോയി. ഒരുപാടൊന്നും വേണ്ടാത്തതുകൊണ്ട് അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് ഫ്രഷായി കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഞാൻ ആ തൊലി പിച്ചി പറിക്കുന്ന കണ്ടിട്ട് തൊട്ടപ്പുറത്തെ ചേട്ടൻ എന്നോട് പറഞ്ഞു, മോളെ അതങ്ങനെയല്ല കഴിക്കേണ്ടത്, ആ തൊലിയോടൊക്കെ വേണം കഴിക്കാൻ വേണ്ടിയിട്ട്, അത് ഹെൽത്തിന് നല്ലതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ ചെറുപ്പം തൊട്ടേ നമുക്ക് നൊങ്ക് കെട്ടിക്കഴിഞ്ഞാൽ അതിനകത്തെ പൾപ്പ് മാത്രം കഴിച്ച് ശീലിച്ചുകൊണ്ട്
ആ ചേട്ടൻ പറഞ്ഞത് അങ്ങ് മനസ്സിലേക്ക് എടുക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് വീണ്ടും ഞാനത് തൊലി പൊളിച്ചിട്ടാണ് തിന്നത്. പറഞ്ഞാൽ കേൾക്കുന്ന ശീലം പണ്ടേ ഇല്ലല്ലോ. പിന്നെ നേരെ നമ്മൾ മൈസൂർ പാലസിലേക്ക് വെച്ച് പിടിച്ചു. പുറത്തുനിന്ന് ഇതാണ് പാലസ് നമ്മൾ കണ്ടെങ്കിലും ഇതിൻ്റെ അകത്തേക്കുള്ള വഴി ഏത് കൂടെയാണെന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കുറച്ച് സമയം കാറിൽ പോയി ഇതിൻ്റെ ഒരറ്റം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് കാണാത്തതുകൊണ്ട് സൈഡിലൊരു പേ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി ഇനി നടന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങുക ചെയ്തത്. പാലസിലേക്കുള്ള വഴി അറിയാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ഞങ്ങൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവസാനം നമ്മൾ എൻട്രി കണ്ടുപിടിച്ചു. കയറിയപ്പോൾ തന്നെ കുറേ അൽക്കൊലത്ത് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ട്. അതിൽ നിന്നൊരു നല്ല മാങ്ങ നോക്കി നമ്മൾ എടുത്ത് കഴിച്ചു. ഇതൊക്കെ കഴിച്ച് ഇനി എന്താവും എന്നറിയത്തില്ല. പക്ഷേ ആ ചേട്ടൻ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് തന്ന വിശ്വാസത്തിൽ നമ്മളങ്ങ് കഴിക്കുക ചെയ്തത്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം സ്കൂളിൽ നിന്ന് ടൂർ വന്ന ആ പാലസ് ഇപ്പോൾ വീണ്ടും കണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് 100 rupees കേട്ടോ എൻട്രി പാസ്. അതായത് വലിയ അഡൾട്ടിന്. ചിൽഡ്രൻ എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ അങ്ങനെ പാസ്സൊക്കെ എടുത്ത് അതിനകത്ത് കയറി. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാലും പോരാ, ഓടുക്കത്തെ തിരക്കായിരുന്നു. ശരിക്കും നമുക്ക് ഒരു സ്കൂളിൽ നിന്ന് ടൂർ വന്ന ഫീലാണ് ഇപ്പോഴും കിട്ടിയത്. കാരണം ലൈൻ നിന്നിട്ടാണ് നമ്മൾ ഓരോ സാധനം കണ്ടു തീർത്തോണ്ടിരുന്നത്. അപ്പുക്കുട്ടനൊന്നും ക്ഷമ എന്ന് പറയുന്ന ആ സാധനം അടുത്ത് കൂടെ പോകാത്തതുകൊണ്ട് ഇതൊന്നും കാണണ്ടെന്ന് പറഞ്ഞ് തള്ളി മുന്നിലേക്ക് വിടുമായിരുന്നു. കാരണം നമ്മൾ കയറിപ്പോയാൽ പുറത്തിറങ്ങാൻ കുറച്ചധികം സമയം പിടിക്കുപോയി. അങ്ങനെ പേരറിയുന്ന രാജാക്കന്മാരെ ഫോട്ടോയും ഒക്കെ കണ്ട് നമ്മളിങ്ങനെ നടന്നു. ഇവരുടെ ആഭരണ പെട്ടികളാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇത് പൈസ ഇല്ലാഞ്ഞപ്പോ വാങ്ങിയത് മരത്തിന്റെ, പൈസ ആയപ്പോ അവര് വെള്ളീന്റെ വാങ്ങി. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മളൊന്നും എടുക്കുന്ന ലക്ഷറി ഹോട്ടൽസും ഹോട്ടൽ റൂംസും ഒന്നും അല്ല ലക്ഷറി. സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് ലക്ഷറി. എന്തിനാ ഒരു രാജാവിന് ഇത്രയും ആഡംബരമായിട്ടുള്ളൊരു വീടെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ രാജാവല്ലേ, ഇച്ചിരി ആഡംബരക്കാവാം. പിന്നെ പണ്ടത്തെ കാലത്ത് അച്ഛനും അമ്മയും ഒരു കുട്ടിയും മാത്രമല്ലല്ലോ, ഒരു ലോഡ് മനുഷ്യന്മാർ ഒരു വീട്ടിൽ താമസിക്കണ്ടേ. അപ്പം എല്ലാവർക്കും കൂടെ നിൽക്കാൻ ഇതൊക്കെ ആവാം. എന്താണെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു. ഇത് ഇപ്പം കണ്ടപ്പോൾ പണ്ട് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. അന്ന് ടൂർ വന്നപ്പോൾ എവിടെ നോക്കിയാണോവോ ഞാൻ നടന്നത്. എല്ലാം കണ്ട് പുറത്തിറങ്ങിയപ്പോഴത്തേനും എല്ലാവരുടെയും കാലിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിരുന്നു. നടന്നിട്ട് മാത്രമല്ല ചവിട്ട് കൊണ്ടുപറ്റും. ക്ഷീണം മാറ്റാൻ വേണ്ടി കുറച്ച് വെള്ളം മേടിക്കാൻ വന്നതായിരുന്നു. അതിനിടയ്ക്ക് അപ്പുക്കുട്ടൻ വേറെ എന്തോ സാധനം വാങ്ങി കുടിച്ചു. നേരെ നമ്മൾ പോയത് ചാമുണ്ഡി ഹിൽസിലേക്കാണ് കേട്ടോ. നമ്മളെ ഡെസ്റ്റിനേഷൻ നമ്പർ 2 ചാമുണ്ഡി ഹിൽസ് ആയിരുന്നു. ഇന്ന് ഈ 2 സ്ഥലമാണ് നമ്മൾ കവർ ചെയ്തത് കേട്ടോ. ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ പോയിന്റ്സും, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റെപ്പ് കയറി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു സൂപ്പർ അമ്പലമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പക്ഷേ സ്റ്റെപ്സിൻ്റെ ഈ തല തൊട്ട് ആ തല വരെ ഫുൾ ഷോപ്പിംഗ് ചെയ്യാനുള്ള ഏരിയ ആണ്. വലിയ ആൾക്കാർക്ക് തൊട്ട് കുഞ്ഞു മക്കൾക്ക് വേണ്ടി വരെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. പക്ഷേ ക്ഷമ എന്ന് പറയുന്ന സാധനം വേണം. തിരഞ്ഞ് കണ്ടുപിടിക്കണം. നല്ല തിരക്കല്ലേ, അതിൻ്റെ ഇടയിൽ അവനാന് വേണ്ടതൊക്കെ കണ്ടുപിടിക്കുമ്പോഴത്തേന് ഇത്തിരി സമയമാവും. പിന്നെ ഗ്രൂപ്പായിട്ട് ടൂറൊക്കെ വരുന്ന ആൾക്കാരെ ഇറക്കി വിടാൻ പറ്റിയ ഒരു നല്ലൊരു ഷോപ്പിംഗ് സ്പോട്ടാണ് കേട്ടോ ഇത്. കുറേ വെറൈറ്റി സാധനങ്ങൾ കണ്ടു. നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചായിരുന്നു. പക്ഷേ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് വേണം മേടിക്കാൻ. ലോകത്തില്ലാത്ത വിലയാണ് അവർ പറയുന്നത്. നമ്മളത് മേടിക്കില്ല, നമുക്ക് കുറച്ച് തരണം എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അവർ ഒറ്റയടിക്ക് അങ്ങ് കുറയ്ക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഹിന്ദി അറിയെങ്കിൽ നല്ലതാണ്. നമ്മളെ മലയാളത്തിലൊന്നും പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ മലയാളികളെ അവർ നന്നായിട്ട് പറ്റിക്കുന്നുണ്ട്. ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് ചാമുണ്ഡി ഹിൽസിലെ ഷോപ്പിംഗ് ഏരിയയിലാണ് കേട്ടോ. മൈസൂർ വന്നിട്ട് എവിടെയാണ് ഷോപ്പ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഏരിയ ആണ്. കുറേ ഷോപ്സ് ഉണ്ട്, കുറേ ടോയ്സും ബാഗ്സും കുറേ സാധനങ്ങളുള്ളൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ ഒന്ന് വന്ന് നോക്കാം. എല്ലാവിധ സാധനങ്ങളും നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. പക്ഷേ നല്ല ക്ഷമ വേണം. ബിക്കോസ് നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് തപ്പി കണ്ടുപിടിക്കണം വേണ്ട സാധനങ്ങൾ. ഓർണമെന്റ്സ് ഉണ്ട്, ടോയ്സ് ഉണ്ട്, ബാഗ്സ് ഉണ്ട്, എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. പിന്നെ അവിടെ ഒരു അമ്പലമാണ് കേട്ടോ. നേരെ പോയി കഴിഞ്ഞാൽ സോഫ്റ്റ് ടോയ്സിൻ്റെ ഒരു സെക്ഷനുണ്ട്. ഒരുപാട് സോഫ്റ്റ് ടോയ്സിൻ്റെ സെക്ഷൻസ് കാണാനുണ്ട്. താഴ്ന്ന മുകളിലെത്തുന്നവരെ ഭയങ്കര കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സ്ഥലമാണെങ്കിലും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഫുൾ അമ്പലത്തിലേക്കുള്ള പൂജയ്ക്ക് വേണ്ട സാധനങ്ങളും അതുപോലെ ഫ്ലവേഴ്സൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ലൈവായിട്ട് ഓരോ അമ്മമ്മമാർ ഇരുന്നിട്ട് ഇങ്ങനെ പൂ കോർക്കുന്നേ നമുക്ക് കാണാൻ പറ്റും.
മുകളിലേക്ക് ഇങ്ങോട്ടേക്ക് എത്തിയപ്പോഴത്തേനും ചെറിയൊരു തണുപ്പ് വന്നായിരുന്നു കേട്ടോ. നല്ലൊരു സ്ഥലമാണ്, എല്ലാവരും വന്നാലൊന്ന് വന്ന് കണ്ടു നോക്കൂ. കാരണം നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് താഴേക്ക്. നമ്മൾ നോൺ വെജ് ഒക്കെ കഴിച്ചതുകൊണ്ടും പിന്നെ ഇത്രയും ട്രാവൽ ചെയ്ത് കുളിക്കാതെയൊക്കെ വന്നതുകൊണ്ടും നമ്മൾ അമ്പലത്തിനകത്തൊന്നും കയറിയില്ല. പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചൊരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോന്നു. നല്ല ഭംഗിയുള്ള അമ്പലമാണ്. എനിക്ക് പൊതുവേ ഇങ്ങനത്തെ അമ്പലങ്ങൾ കണ്ടാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, അതാണ് നമ്മൾ കുരങ്ങന്മാർ. പക്ഷേ ഇവനുണ്ടല്ലോ ഒരു കില്ലാടിയാണ്. നമ്മൾ എത്തിയപ്പോൾ തന്നെ നമ്മളെ പിന്നാലെ കുടിമയത്തേക്കൊക്കെ ചാടി കയറുന്നുണ്ടായത്. കാരണം വേറെ ഒന്നുമല്ല, കയ്യിലൊരു കോക്കിൻ്റെ കുപ്പിയും അതുപോലെ ഒരു സ്പ്രൈറ്റിൻ്റെ കുപ്പി ഉണ്ടായിരുന്നു. ആൾക്കത് കണ്ടപ്പോൾ അപ്പം വേണം. അത് നമ്മളേന്ന് എങ്ങനെ പിടിച്ച് വാങ്ങാൻ നോക്കുമായിരുന്നു. പേടിച്ച് വരകെ എങ്ങനെയോ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ ആരെയും ഒരു ശല്യവും ചെയ്യാതെ മോളിൽ കൂടെ ഫാമിലി ആയിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരെയും കൂടെ കണ്ടു. അവർ കുറച്ച് കാമായിരുന്നു, കുറച്ച് വിക്രസൊക്കെ ഉണ്ട് കാണുന്നുണ്ടല്ലോ, പക്ഷെ ഉപദ്രവിക്കുന്നില്ല. പിന്നെ തണുപ്പുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെ മാൻഡേറ്ററി കാര്യങ്ങളാണല്ലോ, ചോളം പുഴുങ്ങിയത്, ചോളം വറുത്തത്, ചോളം കരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളും മേടിച്ചു ആ ചേച്ചീൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ. പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോളം, എങ്ങനെ തന്നാലും ഇഷ്ടമാണ്. പക്ഷേ ഈ കരിഞ്ഞതെന്തോ എനിക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഞാൻ കഴിച്ചു. ഫുൾ മസാലയൊക്കെ വന്ന് നല്ല ചൂടോടെ വായ പൊള്ളി കഴിക്കാൻ ഒരു രസമല്ലേ ഈ തണുപ്പത്ത്. എന്തായാലും കഴിച്ചു. അങ്ങനെ നമ്മൾ ഇന്നത്തെ 2 ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്തിട്ട് നമ്മൾ പോവാണ് കേട്ടോ റൂമിലേക്ക്. താഴേക്ക് പോകുന്ന വഴിക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ നിർത്തിയിട്ട് കണ്ടു. പക്ഷേ ഇത് രാത്രിയാവണം ഇവിടുന്ന് നല്ല ഭംഗിയാവണമെങ്കിൽ എന്നാണ് പറഞ്ഞത് കേട്ടോ. ബിക്കോസ് ഫുൾ മൈസൂർ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. പക്ഷേ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങുമ്പോൾ അല്ലേ ഒരു രസം ഉണ്ടാവുക. ഇതൊരു സൺസെറ്റ് സമയമായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെയാണ് ഒരു വ്യൂ ഉണ്ടായത് കേട്ടോ. ഇവിടെ നമ്മൾ നിന്ന സമയത്ത് ഒരുപാട് മലയാളികൾ ചുറ്റിനും ഉണ്ടായിരുന്നു, സംസാരിക്കുന്നത് കേട്ടായിരുന്നു. അങ്ങനെ മനസ്സിലായത്. ഇതാണ് മാംഗോ ചുർമുർ. മാംഗോ ചുർമുറി. അതെ ഗൈസ്, അതാണ് മാംഗോ ചുർമുറി. സംഭവം നല്ല കിടലനായിരുന്നു. ഞങ്ങൾ 4 ആളും കൂടെ കഷ്ടപ്പെട്ടാണ് അത് തിന്ന് തീർത്തത്, പക്ഷേ ടേസ്റ്റി. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ ട്രിപ്പിൻ്റെ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ ടൂർ വന്നുകൊണ്ടിരുന്ന ആ വലിയൊരു ചേർച്ചില്ലേ, മൈസൂർ ടൂർ വന്നാൽ എപ്പം വരുന്ന ആ ചേർച്ചിലേക്കാണ് കേട്ടോ. ഇപ്പോൾ രാത്രിയായി എത്തിയതുകൊണ്ട് ചേർച്ചിന് വലിയൊരു ഭംഗി നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് കണ്ണോണ്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, പക്ഷെ ഫോണിൽ കാണുമ്പോൾ അത്ര ഒരു ഇത് കിട്ടുന്നില്ല. എന്നാലും കാണാത്തവർക്ക് ഒരു ഓർമ്മ പുതുക്കാൻ, വന്നിട്ടുള്ളവർക്ക് ഒരു ഓർമ്മ പുതുക്കാൻ, കാണാത്തവർക്ക് കാണാൻ വേണ്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നെയൊന്നും കാണാനില്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലേ. അപ്പോൾ ഇതാണ് ആ ചേർച്ച്. ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ, അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. നിങ്ങൾക്ക് കുറേ ആൾക്കൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ ഈ സംഭവം കണ്ടത്. ഇത് രാത്രി ആയതുകൊണ്ട് ഭയങ്കര നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇതൊക്കെ കണ്ടിട്ടിങ്ങ് പോന്നു. അപ്പോൾ ഇന്നത്തേക്കുള്ള കറക്കം കഴിഞ്ഞു. പോകുന്നതിനിടയ്ക്ക് നമുക്ക് ഫുഡും കൂടെ മേടിച്ചിട്ട് വേണം റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി Day 2 ഓഫ് മൈസൂർ വരുന്നുണ്ട്, പ്ലസ് ഞങ്ങളുടെ ആനിവേഴ്സറി വ്ളോഗും കൂടിയാണത്. നമ്മൾ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനാട്ടോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ഇത്രയേ ഉള്ളൂ, ബാക്കി നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. അപ്പോൾ ബൈ.